ഞാൻ താങ്കളിലേക്ക് വരാം. നിതിൻ കണിച്ചേരി നമുക്കൊപ്പമുണ്ട്. ശ്രീ നിതിൻ കണിച്ചേരി, തെരഞ്ഞെടുപ്പ് രംഗത്ത് എനിക്ക് തോന്നുന്നു പാലക്കാട് ഇടതുപക്ഷത്തെക്കാൾ ചടുലമായ നീക്കം നടത്തിയത് UDF ക്യാമ്പാണ്. കാരണം നിങ്ങൾ ഉയർത്തിയ വിവാദങ്ങൾക്കൊന്നും ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഉദാഹരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കള്ളപ്പണ വിവാദം അടക്കം ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കി എന്നൊരു വിലയിരുത്തൽ നിങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ടോ ഈ ഫലം വന്നതിന് ശേഷം? കാരണം ഈ വിവാദങ്ങളൊന്നും UDFനെ പ്രതിസന്ധി ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അവർ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം പോയിട്ടുണ്ട്. മഞ്ജൂർ, തെരഞ്ഞെടുപ്പ് ആത്യന്തികമായി ഒരു രാഷ്ട്രീയ സമരമായിട്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. രാഷ്ട്രീയ കാര്യങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചില വിവാദങ്ങളും അല്ലെങ്കിൽ പ്രത്യേക സംഭവങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാറുണ്ട്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പിലും മറ്റേത് കാലത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മറ്റേത് തെരഞ്ഞെടുപ്പുകളെക്കാൾ കൂടുതൽ ചർച്ചയായിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും പാലക്കാട് രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിലും ചർച്ച. ആ ചർച്ചയുടെ കൂടി ഒരു വിലയിരുത്തലിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. അത് ഒരു കാര്യം. പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി നമ്മൾ നോക്കിയാൽ LDFന് 3ാം സ്ഥാനത്ത് മാത്രം എത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. ഞങ്ങളുടെ നില നന്നായി തന്നെ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ UDFന് കഴിഞ്ഞ തവണത്തെക്കാൾ ഏതാണ്ട് 3000-ഓളം വോട്ടുകളാണ് വർദ്ധിച്ചത്. 1000-ഓളം വോട്ട് LDFനും 1000-നോട് അടുത്ത വോട്ട് LDFനും വർദ്ധിച്ചിട്ടുണ്ട്. 3000-ലധികം വോട്ടുകൾ UDFന് വർദ്ധിക്കുന്നു. 15,000-ഓളം വോട്ട് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണാതെ ഇരുന്നു പോകരുത്. മാത്രമല്ല, UDF ആണെങ്കിൽ ഈ വിജയം, ഇപ്പൊ UDFന്റെ വിജയം ഉണ്ടായെന്ന് കഴിഞ്ഞാൽ അവരുടെ വിജയത്തെ കുറച്ച് കണ്ടുകൊണ്ട് പറയുകയല്ല. പക്ഷേ വിജയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ആ വിജയത്തിൽ ആദ്യം UDFനൊപ്പം ആഹ്ലാദം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നത് SDPI ആണ്. അതുപോലെയുള്ള വളരെ തീവ്രമായ വർഗീയ പ്രവർത്തനങ്ങൾ, ഭീകരവാദങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ് UDFന്റെ വിജയത്തിൽ വലിയ അമിതാഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന ചിത്രങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അപ്പോ പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദം UDF നടത്തുമ്പോൾ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു അപകട സൂചന അതിൽ നൽകുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളുടെയും വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടി UDF ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ എക്കാലവും കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി നമ്മൾ നോക്കിയാൽ ഒരു ഉറച്ച മണ്ഡലമായി UDFനൊപ്പം നിലനിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ആ പാറ്റേൺ അതുപോലെ തന്നെ തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ UDFന്റെ നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരായ വിലയിരുത്തൽ കൂടിയായി ഇത് മാറും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുകയാണ്. വയനാട് UDFന് സീറ്റ് നിലനിർത്താനായി പാലക്കാട്. നിതിൻ കണിച്ചേരി, ഒരു കാര്യം ചോദിച്ചോളട്ടെ. അതായത് ഇത് UDF ക്യാമ്പിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന നേതൃനിരയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ മണ്ഡലത്തിൽ ഒരു കുതിച്ചുചാട്ടം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ അർത്ഥത്തിൽ നോക്കിയാൽ സരിൻ എന്ന പരീക്ഷണം ഒരു പരാജയമായിരുന്നു എന്ന് താങ്കൾ വിലയിരുത്തുമോ? ഇല്ല, തീർച്ചയായും അങ്ങനെയില്ല. ഞങ്ങൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ സരിൻ കോൺഗ്രസിന്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് വന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ സരിനെ, നേരത്തെയും ഇടതുപക്ഷം പല മണ്ഡലങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ ചിലത് വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ചിലത് വിജയത്തിലേക്ക് എത്തിയിട്ടില്ല, ചിലത് ഒരു ഘട്ടം കഴിയുമ്പോൾ വിജയത്തിലേക്ക് എത്തിയിട്ട് അങ്ങനെയെല്ലാമുള്ള പല അനുഭവങ്ങളുണ്ട്. സരിന്റെ സ്ഥാനാർത്ഥിത്വം മികച്ച സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട്. പല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴെല്ലാം ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വോട്ടാണ് ഇപ്പോ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പാലക്കാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും നഗരസഭയിലൊക്കെ BJPക്കെതിരായി രൂപപ്പെട്ടു വന്ന, അത് BJPയുടെ നഗരസഭാ ഭരണത്തിനെതിരായ വികാരമുണ്ട്, പൊതുവിൽ BJPക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഒരു വികാരമുണ്ട്. അതെല്ലാം UDFന്റെ ക്യാമ്പിലേക്കാണ്, അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ടായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ കഴിഞ്ഞത്.
ഒരു കാര്യം കൂടി വലിയൊരു ഒരു കാര്യം കൂടി ഞാനൊരു സംശയം ചോദിച്ചോളട്ടെ. അതായത് കണ്ണാടി പഞ്ചായത്ത്, എനിക്കറിയാം CPM-ന്റെ പരമ്പരാഗത വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഇടമാണ് കണ്ണാടി പഞ്ചായത്ത്. കൃത്യമായ ഒരു ലെഫ്റ്റ് മനോഭാവമുള്ളവരാണ് അവിടുത്തെ പരമ്പരാഗത വോട്ടർമാർ. അവർക്കിടയിലേക്ക് സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുചെന്ന പരീക്ഷണം വിജയിക്കാതെ പോയിട്ടുണ്ടോ? കാരണം വോട്ടിംഗ് നില കൃത്യമായ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും യഥാർത്ഥത്തിൽ കണ്ണാടിയിൽ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് ഉയരാതെ പോയത് ആ സ്ഥാനാർത്ഥിയുടെ പരീക്ഷണത്തിലുണ്ടായ ഒരു പാളിച്ചയാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണാടിയിൽ LDF-ന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 6078 വോട്ടാണ്. 2024 തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5900 വോട്ടുകളാണ് കണ്ണാടി പഞ്ചായത്തിൽ LDF-ന് ലഭിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6800 വോട്ടുകളോളം കണ്ണാടി പഞ്ചായത്തിൽ LDF-ന് ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 800-ലധികം വോട്ടിന്റെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 800-ലധികം വോട്ടിന്റെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ 1000-ഓളം വോട്ടിന്റെയും വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കരുതിയത്. കണ്ണാടി പഞ്ചായത്തിനകത്തും BJP-ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വോട്ട് അവർക്ക് അവിടെ ലഭ്യമായില്ല. ഏതാണ്ട് 1200-ഓളം വോട്ടിന്റെ കുറവാണ് അവിടെ BJP-ക്ക് ഉണ്ടായത്. പക്ഷെ ആ വോട്ടിൽ വലിയ ഭൂരിപക്ഷവും കോൺഗ്രസിലേക്കാണ് പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കണ്ണാടിയിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ, അല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ഉയർന്ന വോട്ടാണ് ഞങ്ങൾക്ക് ഡോക്ടർ P. സരിൻ സ്വതന്ത്രമായി, ഇടതുപക്ഷ സ്വതന്ത്രമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടിലേക്ക് അത് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് സാഹചര്യം.